രുചിക്കൂട്ട്. ചില പച്ചക്കറികൾ അങ്ങനെയാണ്, അതിൻ്റെ പേര് കേൾക്കുമ്പോഴേ നമുക്കൊരു മടുപ്പ് തോന്നും. വെണ്ടയ്ക്ക ചിലർക്ക് അങ്ങനെയാണ്. അതിൻ്റെ ഒരു വഴുവഴുപ്പ് അത് പാചകത്തിന് നമ്മൾക്ക് ഒരു ഇത്തിരി അലോസരം ഉണ്ടാക്കുന്നതാണ്. എന്നാലും ഏറെ ഗുണമുള്ള ഒരു പച്ചക്കറിയാണ്. ഫോളിക് ആസിഡ് ഇതിൽ ധാരാളമുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ ബി, സി, എ, കെ ഇവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിനും പുറമെ കാൽഷ്യം, പൊട്ടാസ്യം, ആൻറ്റി ഓക്സിഡൻസ് ഇവയെല്ലാം ഇതിൽ ധാരാളമുണ്ട്. അപ്പം ഇത്രയും പോഷകങ്ങൾ ഒരു കുഞ്ഞു ഫലത്തിൽ നിന്ന് കിട്ടുന്നത് വലിയ കാര്യമായതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇത് കഴിക്കുക എന്നുള്ളതൊരു ശീലമാക്കേണ്ടതുണ്ട്. ഇതിനും പുറമെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അത് പ്രമേഹ രോഗികൾക്ക് നല്ലതാണ്. ഇതിലുള്ള ഒരു ഘടകം അത് മസിലുകളിൽ പഞ്ചസാരയുടെ ആകിരണത്തിൻ്റെ തോത് കൂട്ടും എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അത് ബ്ലഡിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യും. ഇതാണ് പഠനങ്ങൾ പറയുന്നത്. ഗുണങ്ങൾ പറഞ്ഞിരുന്നാൽ റെസിപ്പിയിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിനി എന്ത് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു സ്പൂൺ തേങ്ങ അത് ഒന്ന് നന്നായി വറുത്തെടുക്കാം. ഞാനൊരു 5-6 വെണ്ടയ്ക്കയുടെ ഒരു പ്രിപ്പറേഷനാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഒരു സ്പൂൺ തേങ്ങ എന്ന് പറഞ്ഞത്. ഇനി ഒരു ഉള്ളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഉപ്പും നമ്മൾ നേരത്തെ വെച്ച തേങ്ങയും കൂടി ചേർത്ത് ഒരു ഫില്ലിംഗ് പോലെ നമുക്കുണ്ടാക്കാം. ഈ വെണ്ടയ്ക്ക നമ്മളെടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ആവിയിൽ സ്റ്റീം ചെയ്തെടുക്കാം. അതിനുശേഷം അത് നീളത്തിൽ കീറിയിട്ട് ഒരെൻഡ് കീറാതെ വെക്കണം. അതിനുശേഷം ഈ ഫില്ലിംഗ് നമുക്കിതിലേക്ക് നിറച്ച് അതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു ഇത്തിരി എണ്ണയിൽ കടുക്, ഉലുവ ഇതിട്ട് കുറച്ച് നല്ലവണ്ണം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് മൂക്കുമ്പോൾ അതിലേക്കും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴന്നു വരുമ്പോൾ ഒരു തക്കാളിയും കൂടി ചേർത്ത് കുറച്ച് കുടംപുളിയും ഉപ്പും കൂടി ചേർക്കുക. ഇവയെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് യോജിച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും, ഇതൊക്കെ വളരെ കുറച്ച് അളവിൽ മതി. അപ്പോൾ നമുക്ക് ഇപ്പം തോന്നും മീൻ പൊള്ളിക്കുന്നത് പോലെ ഉണ്ടല്ലോ എന്നല്ലേ. അങ്ങനെ തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പക്ഷെ എപ്പോഴും നമ്മളിങ്ങനെ നോൺ വെജിറ്റേറിയൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഈ ഒരു രീതിയിൽ വെണ്ടയ്ക്കയും ചെയ്ത് നോക്കാം. ഇനി ഒരു വാഴയില എടുത്ത് അതിൽ ഈ നമ്മളിപ്പോൾ തയ്യാറാക്കിയ മസാല നിരത്തിയതിന് ശേഷം മസാല ഫില്ല് ചെയ്ത വെണ്ടയ്ക്കയും നിരത്തുക. മുകളിലും ബാക്കിയുള്ള മസാല നിരത്തിയതിന് ശേഷം നമ്മൾക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കെട്ടിയെടുക്കാം. ഉപ്പും എരിവും ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇതാണെങ്കിൽ ഉപ്പും എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ള ഒരു ടേസ്റ്റായിട്ട് വരും. ആർക്കായാലും ഇഷ്ടപ്പെടും. നല്ലൊരു സ്വാദാണ്. ഒന്ന് ട്രൈ ചെയ്യണം. സാധാരണ നമ്മൾ പൊള്ളിച്ചെടുക്കുന്നത് പോലെ അതിനുശേഷം തവയിലിട്ടിട്ട് പൊള്ളിച്ചെടുക്കുക. രുചിക്കൂട്ട്. നിർവഹണം ലീന.